എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ ചേച്ചി കുവൈറ്റിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വരുന്ന ദിവസമാണ്. അപ്പോൾ അവൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ബീഫ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബീഫും അവൾ എന്നേക്കാളും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ ബീഫായാലും ചിക്കൻ ആയാലും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ. അവൾക്ക് പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ബീഫ് ഞാനാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ കറി അമ്മയാണ് ഉണ്ടാക്കുന്നത്. ബീഫും ചിക്കനൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവർ അധികം ലേറ്റ് ആവാൻ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചക്കുള്ള ഫുഡിന് ചില സമയത്ത് അവരുണ്ടാവും, എത്തുന്നത് പോലെയാണ്. ക്ലോക്കൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും ബാംഗ്ലൂരേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളെ വണ്ടിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. എല്ലാവരും മക്കളെ കാണാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. കച്ചുവും ഏച്ചിയുടെ മോളും തമ്മിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, 3 മാസത്തെ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരെ ഇപ്പോൾ കുറച്ച് വലുതായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ചെറിയ പ്രായത്തിൽ കണ്ടതല്ലേ, പിന്നെ അതുകൊണ്ടുള്ള ചെറിയൊരു സന്തോഷം. ഏച്ചി സ്വന്തമായിട്ട് വീടെടുത്ത് താമസിക്കുന്നതാണ്. അപ്പോൾ അവൾ നാളെ രാവിലെ അങ്ങോട്ട് തിരിച്ചു പോകും. ഞാനൊന്ന് പെട്ടെന്ന് തന്നെ ഈ ചിക്കനും ബീഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അമ്മ ഇത് രാവിലെ തന്നെ ചിക്കനുള്ള തേങ്ങയൊക്കെ വറുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ വെക്കുന്ന സമയത്ത് കൂടുതലും ഇവിടെ തേങ്ങ വറുത്തരച്ചിട്ട് തന്നെയാണ് വെക്കാറ്. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഗ്യാസുമേലാണ് ചോറും വെക്കുന്നത്. അടുപ്പ് കത്തിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു വഴി വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു വീടെത്തുന്നത് വരെ. പിന്നെ കാറിലായതുകൊണ്ടും കുറച്ച് ടെൻഷൻ കൂടുതലാണ് കേട്ടോ. വീടെത്തുന്നത് വരെ ഒരു സമാധാനം ഉണ്ടായില്ല. പിന്നെ അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പണ്ട് ഞാനും ഏച്ചിയും കുഞ്ഞിലായ സമയത്ത് ഭയങ്കര ഗുസ്തി പിടുത്തായിരുന്നു. നമ്മൾ രണ്ടും നന്നായിട്ട് കൂടുന്ന കൂട്ടത്തിൽ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഞാൻ ഒരു 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവളെ കൂടുതലും കോൾ ചെയ്യുന്ന ആളാണ്. അവളായാലും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഏറ്റവും വീട്ടിൽ കമ്പനി ഉള്ളത് ഞാനും ചേച്ചിയും പിന്നെ ഒരു ആൻറ്റീൻ്റെ മോളുണ്ട്. അവൾ തമ്മിലാണ് നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് കമ്പനി ഉള്ളത്. എന്ത് സംസാരിക്കാൻ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കൂട്ടത്തിലാണ് 3 പേരും. നമ്മൾ 3 ആളും. ഇന്ന് ചിക്കന് ഞങ്ങൾ തക്കാളിയും ഉള്ളിയും വേറെ തന്നെ വഴറ്റിയെടുക്കുന്നൊന്നുമില്ല, ചിക്കൻ്റെ ഒന്നിച്ച് തന്നെ ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. ചില സമയത്ത് നമ്മൾ ഇതുപോലെയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ആ ചിക്കനിലേക്ക് വേണ്ടുന്ന ഉള്ളിയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് പിന്നെ പതുക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അവർ കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിന്, കുറച്ച് ലേറ്റ് ആവും എത്താനായിട്ട്, ഫുഡ് കഴിക്കാനുണ്ടാവില്ല എന്ന്. അതുകൊണ്ട് പിന്നെ ബീഫ് പതുക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. ഉച്ചക്ക് നമുക്ക് കഴിക്കാനായിട്ട് ചിക്കൻ കറി ഉണ്ടാവും. അപ്പോൾ രാത്രി കേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആൻറ്റിയും മക്കളൊക്കെ വരുന്നുണ്ട് രാത്രി. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി കേക്ക് ബീഫാക്കാമെന്ന് വെച്ചു. എൻ്റെ ഇവിടെ ചിക്കനിലേക്ക് തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല പൗഡറും പിന്നെ മസാലകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഇനി ഇതിലേക്ക് ഞാൻ മസാലകൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഏലക്കായ്, പിന്നെ ഗ്രാമ്പു, പിന്നെ പട്ട, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടി പാക്കറ്റ് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ മേത്തേക്ക് മൊത്തം വന്നിട്ടുണ്ട്. ബീഫ് പതുക്കെ ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചിക്കൻ ആക്കുന്നത് എൻ്റെ തലയോട്ടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ അമ്മ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലയും അങ്ങനെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാനിത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് ഞാൻ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഓർമ്മ ഉണ്ടായിരുന്നു, അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
വലിയ വലിയ പാത്രങ്ങളെല്ലാം അമ്മ മേലെയാണ് വെക്കാറ്. അപ്പം അമ്മയത്തെ മേലിൽ നിന്ന് പാത്രം എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ വെച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചെറിയ പാത്രമായിപ്പോയി. അപ്പം അമ്മയത് വലിയ പാത്രം എടുത്ത് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ അതിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ എന്തെങ്കിലും തിരക്കുള്ള സമയത്ത് കച്ചുന്ത ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. ഓരോരോ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് പോയിട്ട് ഡാൻസ് കളിക്കും, ആ ഡ്രസ്സ് അയച്ചു വെക്കും, പിന്നെ വേറെ ഡ്രസ്സ് ഇടും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് കച്ചുവിന്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ചിട്ടൊന്ന്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അരച്ച് വെച്ച് കുറേ സമയം വേവണം. അതിനുശേഷമാണ് അരപ്പ് ചേർക്കുന്നത്. ചിക്കൻ ഇനി നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ചോറ് വാർത്തിട്ടുണ്ട്. രാവിലെ ഇന്ന് ഗ്രീൻ പീസ് കറിയും ദോശയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ഗ്രീൻ പീസ് കറി ബാലൻസ് വന്നത് ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് പോവാണ്. കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ നന്നായിട്ട് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു. കിച്ചൺ ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ്. പിന്നെ വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് പിന്നെ ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ ലേറ്റ് ആവും. അപ്പോഴേക്കും അവരെത്താനുള്ള സമയമാവും. അതുകൊണ്ട് പിന്നെ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാൻ നിന്നില്ല. അപ്പാടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മൊത്തം ക്ലീൻ ചെയ്ത് അവർ വരുമ്പോഴേക്കും നമ്മളെ പണികളൊക്കെ തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലത്തെ കറി ഞാൻ എന്താ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ബീഫ് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ചിക്കനിലോട്ട് അമ്മ ഇത് അരപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ബീഫ് ഞാൻ കൂടുതലും ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വലിയ വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. എനിക്കും ചിക്കനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം ബീഫിനോട് തന്നെയാണ്. പക്ഷേ ഇവിടെ ബീഫ് വാങ്ങിക്കൽ കുറവാണ്, കൂടുതലായിട്ടൊന്നും വാങ്ങിക്കയില്ല. ഇവിടെ കഴിക്കുന്നത് ഞാനും അച്ഛനും പിള്ളേരും മാത്രമേ കഴിക്കും കേട്ടോ. പിന്നെ അപ്പുറം മാമി അവരെല്ലാവരും കഴിക്കാറുണ്ട്. അമ്മ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഒരുപാട് അങ്ങ് ഉണ്ടാക്കില്ല. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ജാസ്തി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൻറ്റിയും പിള്ളേരും വരുന്നുണ്ട്. കൂടാതെ ഏച്ചിക്കും ഏട്ടനൊക്കെ ബീഫ് ഇഷ്ടമാണ്. രാത്രി സ്പെഷ്യലായിട്ട് ഈ ഒരു ചിക്കൻ കറിയും ബീഫും മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ചോറ് തന്നെയാണ് എല്ലാവരും കഴിക്കുന്നത് കേട്ടോ. പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ബീഫിൻ്റെ ഒന്നിച്ച് പൊറോട്ട അങ്ങനെ കഴിക്കുന്നതാണ്. ബീഫിൽ പിന്നെ നമ്മൾ അരപ്പ് തേങ്ങ വറുത്തിട്ടോ അങ്ങനെയൊന്നും ഇടാറില്ല. നമ്മൾ വെറുതെ വരട്ടിയെടുക്കുകയാണ് ചെയ്യാറ്. ആൻലി പിന്നെ കുറേ നാൾ ലീവായതുകൊണ്ട് ആൻലിനെ ഞാനൊന്നും ലീവാക്കിയിട്ടുണ്ടായില്ല. ആൻലിനോട് പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ ചേച്ചി വരുന്ന കാര്യം. അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് അതവിടെ ആൻലി ക്ലാസ്സിൽ പോയ ദിവസമാണെങ്കിൽ കച്ചുവിനൊരു കിളി പോയ പോലെയാണ് ഉണ്ടാവുക. ഒരേ എന്താ പറയുക, നമുക്ക് വാശി പിടിക്കലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അതിരുന്ന് കളിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ഇതായിരിക്കും. ഇനിയിപ്പോൾ കച്ചു അടുത്ത മാസം മുതൽ അംഗൻവാടി പോകാനായിട്ടുണ്ട്. ഈ ഒരു 6 വർഷമായിട്ട് എനിക്ക് വിശ്രമമില്ലാത്തൊരു കാലഘട്ടമാണ് കേട്ടോ. അടുത്തടുത്തുണ്ടായ ഡെലിവറിയും പിന്നെ 2 മക്കളും ചെറിയ പ്രായത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി കച്ചുകൂടി അംഗൻവാടി പോയാലാണ് ഞാനൊന്ന് ഫ്രീ ആവുന്നത്. അടുത്തടുത്ത ഡെലിവറി ആയവർക്കറിയായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളാണെന്ന്. ആ ബുദ്ധിമുട്ട് ഞാൻ നന്നായിട്ട് അനുഭവിച്ച ഒരാളാണ് കേട്ടോ. കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 3 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വേഗം തന്നെ ബീഫൊക്കെ കട്ട് ചെയ്ത് ഞാൻ ബീഫ് ഒന്ന് വേവിച്ച് വെച്ചിട്ട് പിന്നെ നേരെ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ചിക്കൻ നേരത്തെ ആയതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഉച്ചക്ക് കഴിക്കാനായിട്ട്. പിന്നെ ഇതാ കച്ചുവിന് വായിൽ വെച്ച് കൊടുക്കാൻ നോക്കിയപ്പോൾ കച്ചു കുറച്ച് ദേഷ്യത്തിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. ഏച്ചിൻ്റെ വരവും കാത്ത് എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ വണ്ടീൻ്റെ ഓണടി കേട്ടപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ.
നാളെ പരിപാടിയല്ലേ ഇവർക്ക് ആകാശത്ത് വെച്ചിട്ടാണ്. അച്ഛനെന്തെല്ലോ കിട്ടിയേ. അങ്ങനെ അവളൊന്ന് വീട്ടിലെത്തിയപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ശ്വാസം വീണത്. ഇത്രയും ലോങ് ആയതുകൊണ്ട് മക്കളെയും കൊണ്ട് പിന്നെ ഒരുപാട് സമയം വണ്ടിയിൽ ഇരിക്കുന്നതും അല്ലേ. അവളെക്കാളും ചെറിയ മക്കളാണ് എൻ്റെതെങ്കിലും എന്നെക്കാളും പാട് അവക്കാന്ന് കേട്ടോ. അവൾക്ക് കുറച്ച് വാശി കൂടുതലുള്ള ടൈപ്പാണ്. ഇപ്പം സമയം വൈകുന്നേരം 5 മണിയായിട്ട്. ഇനി നമുക്ക് ആനീനെ കൊണ്ടുപോകാം. ആനീനെ കൂട്ടാനായിട്ട് പോകാം. ചേച്ചി വന്നതും ഇന്നു വന്നതൊന്നും എലിക്കുട്ടി അറിയില്ല കേട്ടോ. എനിക്ക് സർപ്രൈസ് കൊടുത്തതാണ്. ആലിക്ക് എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എക്സാമൊക്കെ ആയതുകൊണ്ട് പിറ്റേ ദിവസം സ്കൂളിലോട്ട് പോകാൻ മടിയുണ്ടാവുമെന്ന്. പക്ഷെ മടിയൊന്നും ഉണ്ടായില്ല കേട്ടോ. ചെറിയതായിട്ടൊന്ന് പറഞ്ഞ് നോക്കിയിന് ലീവ് എടുക്കട്ടെ എന്ന്. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാണ്ടിരുന്നപ്പോൾ അവൾ അനങ്ങാതെ സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം. പിന്നെ ഇതെല്ലാവരും വന്ന് കളിയാണ്. കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇന്നും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എല്ലാവരും വന്ന സമയത്ത് അമ്മ ഇതാ പോയിട്ട് കൈ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൈ മുറിഞ്ഞിട്ടുണ്ടായിന്, ഫുള്ളി ഡാമേജ്ഡ്. കേറുന്ന കുരുത്തം കെട്ടത്. ഉച്ചക്ക് വേവിച്ച് വെച്ച ബീഫ് പിന്നെ അവർ വന്നപ്പോഴാണ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായത് കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ ഇത് നല്ല കളിയിലായിരുന്നേ. ഇത് നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയാറായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ സീ യു. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള പണികൾ പെട്ടെന്ന് നോക്കട്ടെ. ഇനി വീഡിയോസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് പരിപാടികൾ നോക്കട്ടെ. ടാറ്റാ.